കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രസിഡന്റിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയ ഒരു അവകാശവാദം ശ്രദ്ധേയമാവുകയാണ്. പണ്ട് ഇത്ര ലക്ഷം കോടി രൂപയുടെ അഴിമതിയെന്ന് സ്ഥിരമായി പത്രങ്ങളുടെ തലക്കെട്ടുകൾ വരുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് അഴിമതിയില്ല. അഴിമതി ഇല്ലാതാക്കി രാഷ്ട്ര നിർമ്മാണം നടത്തുകയാണ് BJP സർക്കാർ ചെയ്തതെന്നാണ് നരേന്ദ്രമോദി അവകാശപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത് കേന്ദ്രീകരിച്ച് മോദി തന്നെ നേരിട്ട് നടത്തിയ വലിയൊരു അഴിമതി കഥയാണ് പുറത്തു വരുന്നത്. വ്യവസായി ഗൗതം അദാനിയുടെ ഊർജ്ജ പാർക്കിന് വഴിയൊരുക്കാൻ അതിർത്തിയിലെ സുരക്ഷാ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ഗുജറാത്തിലെ ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് അദാനി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന പുനരുപയോഗ ഊർജ്ജ പദ്ധതിയായ കവ്വ പവർ പ്ലാന്റിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അടുത്ത ബന്ധത്തിലൂടെ അദാനി രാജ്യത്തിനകത്തും പുറത്തും പലതും നേടിയെടുക്കുന്നുണ്ടെന്ന പ്രതിപക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇന്ത്യ പാക് അതിർത്തിയിലെ തന്ത്രപ്രധാനമായ പ്രദേശം വാണിജ്യ ലാഭത്തിന് വേണ്ടി ദേശ സുരക്ഷാ നിയമങ്ങളിൽ ഭേദഗതി ചെയ്തുവെന്നും ഗുജറാത്തിലെ BJP സർക്കാർ സമ്മർദ്ദം ചെലുത്തിയെന്നുമാണ് വെളിപ്പെടുത്തൽ. ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പാർക്കായാണ് ഖവ്ദ പ്ലാന്റിനെ വിഭാവന ചെയ്തിരിക്കുന്നത്. 445 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഖവ്ദയിൽ നിന്നും 30 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത്. ഗുജറാത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ റാൻ ഓഫ് കച്ചിലാണ് ഗുജറാത്ത് സർക്കാർ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ അദാനി ഗ്രൂപ്പ് സൗരോർജ്ജ പാനലുകളും കാറ്റാടി യന്ത്രങ്ങളും സ്ഥാപിക്കുന്നത്. അതിർത്തിയിൽ സംഘർഷമുണ്ടാകാറുള്ള സർക്രീക്കിനോട് ചേർന്നാണ് റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ കച്ച് അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യാറുമുണ്ട്. 2023 ഏപ്രിലിൽ വിഷയം പ്രതിരോധ മന്ത്രാലയവുമായി ചർച്ച ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് ഗുജറാത്ത് ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചു. തുടർന്ന് 2023 ഏപ്രിൽ 21 ഡൽഹിയിൽ സർക്കാർ രഹസ്യ യോഗം ചേർന്നു. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസും ഗുജറാത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ ഇത് ദേശീയ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുമെന്നും അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് ഇത്രയും വൻകിട വ്യവസായിക നിക്ഷേപങ്ങൾ നടത്തുന്നത് അബദ്ധമാണെന്ന് മുതിർന്ന സൈനികർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ 2023 മെയ്യിൽ കേന്ദ്ര സർക്കാർ ഇളവ് അനുവദിക്കുകയായിരുന്നു. ഇന്ത്യ പാക് അതിർത്തിയിൽ മാത്രമല്ല, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമർ, നേപ്പാൾ എന്നിവയോട് ചേർന്നുള്ള അതിർത്തികളും പുതിയ തീരുമാനപ്രകാരം ഇളവ് ലഭിക്കും. മുൻപ് പ്രോട്ടോക്കോളുകൾ പ്രകാരം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്റർ വരെ റോഡുകൾക്കും ഗ്രാമങ്ങൾക്കുമപ്പുറം വലിയ നിർമ്മാണങ്ങളൊന്നും അനുവദിച്ചിരുന്നില്ല. പുനരുപയോഗ ഊർജ്ജ പദ്ധതി പ്രകാരം കാറ്റിൽ നിന്നും വൈദ്യുതി നിർമ്മിക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യക്കാണ് ഗുജറാത്ത് സർക്കാർ ആദ്യം അനുമതി നൽകിയിരുന്നത്. എന്നാൽ പ്രതിരോധ മന്ത്രാലയം ഭേദഗതി ചെയ്ത നിയമങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ സോളാർ എനർജി കോർപ്പറേഷന് ഗുജറാത്ത് സർക്കാർ ഭൂമി കൈമാറി. അതിർത്തി നിയമങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ച് ധാരണയില്ലെന്നും വാണിജ്യപരമായി പദ്ധതി ലാഭകരമല്ലെന്നും ചൂണ്ടിക്കാട്ടി SCCI ഗുജറാത്ത് സർക്കാരിന് ഭൂമി തിരികെ നൽകി. എന്നാൽ ഊർജ്ജമന്ത്രി RK സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭൂമി വിട്ടു നൽകാൻ SCCI പ്രേരിപ്പിച്ചു. അതേസമയം SCCI പദ്ധതി ഉപേക്ഷിക്കും മുമ്പേ അദാനി ഗ്രൂപ്പിന് കൈമാറി. ഇക്കാര്യങ്ങളെക്കുറിച്ച് വിവരമുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. പുതുക്കിയ അതിർത്തി പ്രോട്ടോക്കോളുകളുടെ പശ്ചാത്തലത്തിൽ ഏറ്റെടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച കമ്പനി ഗുജറാത്ത് ഉദ്യോഗസ്ഥർക്ക് അപേക്ഷ സമർപ്പിച്ചു. അപേക്ഷ പരിഗണിച്ച മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് സർക്കാർ ഓഗസ്റ്റിൽ അദാനിക്ക് ഭൂമി കൈമാറുകയായിരുന്നു. മറ്റു ചില കമ്പനികൾ പദ്ധതിക്കായി വന്നുവെങ്കിലും അദാനിക്ക് തന്നെ ലഭിക്കുകയും ചെയ്തു. അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാർ നിയമങ്ങളുടെ ചട്ടങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നുണ്ടെന്നും ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ആവശ്യമായ എല്ലാ അനുമതികളും നേടിയിട്ടുണ്ടെന്നും അദാനി ഗ്രൂപ്പ് വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ബിസിനസ് താൽപര്യം ദേശ സുരക്ഷയേക്കാൾ പ്രധാനമാണോ എന്നാണ് അഴിമതി റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം ചോദിക്കുന്നത്. BJPയുടെ കപട ദേശീയത ഒരിക്കൽ കൂടി മറനീക്കിയിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. ഈ റിപ്പോർട്ടിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം ഉന്നയിക്കുന്ന സൂട്ട് ബൂട്ട് സർക്കാർ എന്ന വാദം വീണ്ടും അടിവരയിടുകയാണ്. നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഇതൊന്നും കാണുന്നില്ല എന്നതാണ് ഇത്തരം അഴിമതി നീക്കങ്ങൾ പുറത്തു വരാത്തത്. അപ്പോ പിന്നെ മോദിക്ക് 140 കോടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് താൻ വീണ്ടും വീണ്ടും അഴിമതിക്കാരനല്ലെന്ന് പ്രസ്താവിക്കാമല്ലോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.